ഹലോ, ഇന്ന് നമുക്ക് അമ്മച്ചിയുടെ സ്പെഷ്യൽ ഒരു പുഴമീൻ കറി നോക്കിയാലോ. ഇത് ചെമ്പല്ലിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ അടുത്ത് കാരാപ്പുഴ ഡാമിൽ പോയിട്ട് പിടിച്ച ചെമ്പല്ലിയാണ് കേട്ടോ. നല്ല വലുപ്പമുള്ളൊരു ചെമ്പല്ലിയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കലാണ് കേട്ടോ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഈ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കതൊക്കെ ഒരു ഹരത്തിലങ്ങ് ചെയ്യാം. ഇപ്പം ഇതാ ക്ലീൻ ചെയ്തെടുത്ത് ഇനി അതിൻ്റെ തലയൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇങ്ങനെ നമ്മൾ തന്നെ പോയി പിടിച്ചുകൊണ്ട് വന്ന മീനൊക്കെ കറി വെക്കുമ്പം ഒരു സന്തോഷമാണല്ലേ. ഈ തലയും കറി വെക്കാൻ നല്ലതാട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചു. പിന്നെ ഈ പുഴമീൻ്റെ ഒക്കെ ആ ഒരു ചൊവ്വ, ഒരു മണ്ണ് ചെളിച്ചൊവയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആട്ടപ്പൊടി ഇട്ടതുപോലെ കല്ലിൽ ഉരയ്ക്കുന്നത് ആ ഒരു ചൊവ്വ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. കുറച്ച് ആട്ടപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ രണ്ട് ഭാഗവും കല്ലിലിട്ടിട്ട് ഉരയ്ക്കുക. ഇനി അത് കഷ്ണങ്ങളൊക്കെ ആക്കി ക്ലീൻ ചെയ്ത് എടുത്തു കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇപ്പം ആദ്യം നമ്മൾ മസാലയൊക്കെ കൂട്ടിയിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ചട്ടി ചൂടാക്കി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുത്തു. നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചുവ നന്നായി മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇപ്പോൾ ഇതതിൻ്റെ പച്ചമണം നന്നായി മാറി വന്ന സമയത്ത് പുളി തിളപ്പിച്ച വെള്ളമാണ്, വാളംപുളി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ചുകൂടെ വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒത്തിരി സമയം ഇളക്കരുത്, അപ്പോൾ ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ച് അങ്ങ് വേവിച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ അടുപ്പിലോട്ട് മാറ്റി ഇനി അത് അടുപ്പിലിരുന്ന് വേവട്ടെ. ഇത് നമ്മുടെ അമ്മച്ചിയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ അടിപൊളി ചെമ്പല്ലി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.